ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവ് ഒരുക്കിയ അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ്. ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കും. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത്. ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 31, 33, 35 വാക്യങ്ങൾ. റോമൻ ചാപ്റ്റർ 8 verse 31, 33, 35. ആമേൻ. 3 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? വാക്യം 33 കേട്ടത്. ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ 35-ാം വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. 3 വാക്യങ്ങളാണെന്ന് വായിച്ചത്. എന്നെ ഏൽപ്പിച്ച ദൂത് നിങ്ങളുമായി കൈമാറാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാ. മനസ്സിൽ പറയണം, ദൈവം എനിക്ക് അനുകൂലമാണ്. ഒരു യേശുവിനെ സ്വീകരിച്ച് യേശുവിനോട് കൂടി ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ എന്നും മനസ്സിൽ പറയേണ്ട ഒരു കാര്യമാണ്, കർത്താവ് എനിക്ക് അനുകൂലം അത്രേ. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോൾ പ്രതിസന്ധി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തോട് പറയാറുണ്ട്, അങ്ങ് എനിക്ക് അനുകൂലമാണ്. വേദപുസ്തക ചരിത്രം നമ്മൾ കയറിയാൽ ചെങ്കടലിന്റെ മുമ്പിൽ ഇസ്രായേൽ മക്കൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വാക്യത്തിന്റെ അർത്ഥത്തിൽ ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. ദൈവം മോശയോട് പറഞ്ഞു, മോശേ വടിയെടുത്ത് കടലിന്റെ നേരെ ആമി ഒന്ന് കൈ നീട്ടടാ, ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് ഈ കടലിനകത്തൂടെ നിന്നെ മറുകര എത്തിക്കാം. ഞാൻ സത്യം നിങ്ങളോട് തുറന്നു പറയുക, പ്രതികൂലത്തിനകത്തൂടെ അനുകൂലകൻ കൈക്ക് പിടിച്ച് ചിലതിന്റെ മറുകര എത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നിന്റെ കൈക്ക് പിടിച്ചവൻ ഉലകത്തെ ചമച്ചവനാണ്. അവൻ വിളിച്ചു ചോദിക്കുക, പൗലോസ്, കർത്താവ് നിനക്ക് അനുകൂലമെങ്കിൽ. പൗലോസിന്റെ ആത്മീക ജീവിതം തുടങ്ങുമ്പം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് വാഹനമൃഗത്തിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വീണ് അന്ധനായി യേശുവിനെ സ്വീകരിച്ച് അവൻ ദൈവ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതൽ അവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം വരെ യേശു തന്നെ നടത്തിയ വഴിയോർത്താൽ ഒറ്റ ദൂതേ പറയാനുള്ളൂ, ദൈവം എനിക്ക് അനുകൂലമാണ്. പൗലോസ് പറഞ്ഞു, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, അപ്പോഴൊക്കെ ദൈവം എനിക്ക് അനുകൂലമാണ്. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ദൈവം നിനക്ക് അനുകൂലമായാൽ നിത്യത വരെ അനുകൂലമാണ്.
അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. രോഗം വരുമ്പോൾ ദൈവം അനുകൂലമാണ്, കടം വരുമ്പോൾ ദൈവം അനുകൂലമാണ്, നൊന്ത് പ്രസവിച്ച അമ്മ തള്ളി പറയുമ്പോഴും ദൈവം അനുകൂലമാണ്, അപ്പൻ വീതം തരാതെ വീട്ടിൽ നിറക്കി വിടുമ്പോഴും സ്നേഹിത ദൈവം അനുകൂലമാണ്. ഞാൻ ഈ വചനം എടുക്കാൻ കാരണം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ അനുകൂലമായി ഇരുന്ന് ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രവചനം പറയാം. 10 വർഷം മാറ്റിവെച്ചത് 20 മാസമായി നാം നടക്കാതിരുന്നത് ഒരിക്കലും നടക്കത്തില്ലെന്ന് നിന്റെ മനസ്സിൽ പിശാച് പറഞ്ഞത് നാം ആത്മാവി പറയാ, ദൈവം കൂടെ ഇരുന്ന് നടത്തി തരാൻ പോവുകയാ. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ഇന്ന് സ്തോത്രം ചെയ്ത് പറയണം, ആരൊക്കെ എനിക്കെതിരെ എഴുന്നേറ്റാലും എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. നമ്മൾ പണ്ട് പാടുന്ന ഒരു പാട്ടില്ലയോ, ദൈവമേ എനിക്ക് അനുകൂലം അത് നന്നായി. ഇത് മനസ്സിൽ വെച്ചോണ്ട് വേണം ഇന്ന് ചിന്തിക്കാൻ. നിനക്കെതിരെ ആരൊക്കെ എന്തൊക്കെ കരുക്കൾ നീക്കിയാലും കർത്താവ് നിനക്ക് അനുകൂലമാണ്. നിനക്കെതിരെ ചെയ്ത ദോഷം നിനക്ക് ദൈവം ഗുണമാക്കി തരും. അതിന്റെ കാരണം ദൈവം നിനക്ക് അനുകൂലമാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ദൈവം അനുകൂലമെന്ന് 100 പേരോട് കൈകൊടുത്ത് പറയാൻ ദൈവം കൃപ തരട്ടെ. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിൽ ദൈവം അനുകൂലമാണ്, നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ ദൈവം അനുകൂലമാണ്. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിലേക്ക് പ്രസംഗിക്കാനായിട്ട് പോകുക. കാർ ഓടിച്ച്, അന്നെ ലോഗൺ എന്ന് പറയുന്ന കാറാണ്. ഹല്ലേലൂയ. ബാംഗ്ലൂരിലേക്ക് വണ്ടി ഓടിച്ച് പോവുക. ഹല്ലേലൂയ. ഞാനും ഉണ്ട്, എൻ്റെ ഡ്രൈവറും ഉണ്ട്. വണ്ടി ഓടിച്ച് പോകുന്ന വഴിയാത്രയിൽ പകൽ 11 മണിക്ക് എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കത്തി. പുറകെ മുമ്പിൽ നിന്ന് വരുന്ന വണ്ടികളിൽ ലൈറ്റ് അടിച്ച് കാണിച്ചു. ഞങ്ങൾ ഓഫ് ചെയ്തിട്ടും ലൈറ്റ് ഓഫ് ആകുന്നില്ല. ഹല്ലേലൂയ. അപ്പം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഫ്രണ്ടിൽ ഇറങ്ങി, വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടുകൊണ്ട് വെളിയിലിറങ്ങി. ജീസസ് നോക്കിയപ്പോൾ ഹെഡ്ലൈറ്റ് ഓഫ് ആകുന്നില്ല. വണ്ടി ഓഫാന്ന് നോക്കുന്നത്, വണ്ടി ഓഫ് ആകുന്നില്ല. ജീസസ് ആകെ പ്രശ്നമായി. ഹല്ലേലൂയ. ഭയങ്കര ചൂട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം കർത്താവിന് സ്തോത്രം. ഇങ്ങനെ നിൽക്കുമ്പം കർത്താവിന് സ്തോത്രം, വേറൊരു വണ്ടി വരാൻ വെയിറ്റ് ചെയ്യുക ഞങ്ങൾ. കർത്താവിന് ഹൈവേ വണ്ടികളൊന്നും നിർത്തുന്നില്ല, ഭയങ്കര സ്പീഡില്ല. ഏതെങ്കിലും ഈ സൈഡ് പോക്കറ്റ് റോഡ് വഴി വരുന്ന വണ്ടി ഉണ്ടല്ലേ നിർത്തത്തുള്ളൂ. ഹൈവേ 140 130 വരെ സ്പീഡിൽ പൊക്കൊണ്ടിരിക്കുക. ബാംഗ്ലൂർ ഹൈവേയാ. ജീസസ് ശ്രദ്ധിക്കണം. എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ആൾ കുറച്ച് പുറകോട്ട് പോക്കറ്റ് റോഡുണ്ട്, അവിടെയുള്ള വല്ല വണ്ടി കൊണ്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ കർത്താവിന് സ്തോത്രം, റോഡിൽ നിന്നുകൊണ്ട് ഭയങ്കര ചൂടാണ്. വണ്ടിയെ കൈവച്ചുകൊണ്ട് ഇങ്ങനെ കൈവെക്കുക. കർത്താവ് അനുകൂലമാണ്, കർത്താവ് അനുകൂലമാണ്. വണ്ടി കേടായിപ്പോയി, കർത്താവ് അനുകൂലമാണ്. വണ്ടി കേടായിപ്പോയി, കർത്താവ് അനുകൂലമാണ്. വണ്ടി കേടായിപ്പോയി, കർത്താവ്. ഞാനിങ്ങനെ കൈ പൊക്കി പിടിച്ചോണ്ട് ഹൈവേയുടെ സൈഡിൽ ഒരു കൈ വണ്ടിയിലും മറ്റേ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഇടത്തെ കൈ, കർത്താവ് അനുകൂലമാണ്, കർത്താവ് അനുകൂലമാണ്. അപ്പോൾ വരുന്ന വണ്ടിക്കാരെല്ലാം നിർത്താൻ പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വേറെ പരിപാടിയാണ്. കർത്താവ് അനുകൂലമാണ്, കർത്താവ് അനുകൂലമാണ്. എൻ്റെ കൈ കണ്ടിട്ടായിരിക്കാം ഒരിക്കൽ ഒരാൾ ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡിൽ കൊണ്ട് നിർത്തി. ജീസസ്. എന്നിട്ട് റിവേഴ്സിൻ്റെ അടുക്ക് വന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ് പറഞ്ഞു. പ്രൈസ് ലോർഡ്. എൻ്റെ ശുശ്രൂഷ അനുഭവിച്ചിട്ടുള്ള ആളാ. എന്നെ പറ്റി ഞാൻ പറഞ്ഞു, വണ്ടി വേടായിപ്പോയി. പാസ്റ്റർ ഇങ്ങോട്ട് കയറ. ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി നോക്കി നീയും കയറ. ഞാൻ പറഞ്ഞു, എങ്ങോട്ട് പോകും? ഞാൻ ഈ ലോകൻ്റെ വർക്ക്ഷോപ്പിൻ്റെ മാനേജരാന്ന്. അതാണ് വേണ്ടുന്നില്ല. എന്നെ അങ്ങനെ അവൻ 15 കിലോമീറ്റർ ഓടി അദ്ദേഹത്തിന് ഷോറൂമിൽ കൊണ്ടുപോയി. അടുത്ത വണ്ടി വന്ന് ഇവനെ പൊക്കി അവിടെ കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പാർട്സ് പോയതാ. അത് കർത്താവിന് സ്തോത്രം. അവിടെയെങ്കിലും ഇല്ല, ബോംബെയിലേ ഉള്ളൂ. അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ വരണം. അവിടെ ചെന്നുകൊണ്ട് ഹല്ലേലൂയ. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു നല്ല ഹോട്ടലുണ്ട്. ഞങ്ങൾ അവിടെ താമസിച്ചേ. ഞങ്ങൾ ഒരു ദിവസം അവിടെ വണ്ടി കേടായി താമസിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഹോട്ടലിൻ്റെ താഴത്തെ ഹോളിനകത്ത് അദ്ദേഹം വെച്ചു. വണ്ടി കേടായതും കൃപയായി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഏത് പ്രതികൂലത്തിനകത്തും പറയണം കർത്താവ് അനുകൂലമാ. ചിരിച്ചോണ്ട് പറയാമോ? നിന്റെ മോള് നിന്റെ വീടിനകത്ത് ഉറഞ്ഞു തുള്ളി നിൽക്കുമ്പോഴും പറയണം കർത്താവ് അനുകൂലമാണ്. നിന്റെ ഭർത്താവ് നിനക്കെതിരെ നിന്നെ ഇപ്പൊ ഞാൻ ഡൈവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞ് തുള്ളിച്ചാടുമ്പോ നീ ചിരിച്ചെന്ന് പറയണം കർത്താവ് എനിക്ക് അനുകൂലമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, കർത്താവിന് സ്തോത്രം. കർത്താവ് അനുകൂലമെന്ന് നീ പറയണം മനസ്സിൽ. ഒരു നല്ല ഹല്ലേലൂയ പറയാൻ. അപ്പം ബ്രദറെ, ആ വയറിനകത്തുള്ള സിസ്റ്റോ അതവിടെ ഇരുന്നോട്ടെ, ദൈവം അനുകൂലോ. അപ്പൊ ആ മോടെ ആ ഭാവി കുരിങ്ങിടക്കട്ടെ, കർത്താവ് അനുകൂലോ. നീ ഇത് 100 വട്ടം പറയാൻ തുടങ്ങുമ്പോ തന്നെ ചിന്തിക്കാത്തടത്തൊന്ന് ഭയങ്കര ഡെലിവറൻസ്. ഓരോ ആരാധനയ്ക്കും എഴുന്നേറ്റെന്ന് പറയണം ദൈവം അനുകൂലമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, കർത്താവ് ഏതു ശാപവും പൊട്ടിക്കാൻ പറ്റും. ഏതു ശാപത്തിനകത്തുനിന്നും ജയമുണ്ടാകും. എന്ത് ചെയ്യണം? നീ കാൽവറിയോട് അടുക്കണം. ആമേൻ. അപ്പം ദൈവം അനുകൂലമാണ്. എന്ത് ചെയ്യണം? ദൈവത്തോട് എന്ത് ചെയ്യണം? അടുക്കണം. ഈ നമ്മൾ ചിലൊക്കെ പറയത്തില്ല, പുള്ളിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പം എൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയേക്കോ. അവരതേ കണ്ടിട്ടുള്ളൂ. ഈ കർത്താവിനോട് അടുക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റം നോക്കണം.
അടുത്തിട്ടും മാറ്റമില്ല, അടുത്തിട്ടില്ല, ചുമ്മാ പറയുന്നതേ ഉള്ളൂ. അടുക്കുമ്പോൾ എന്തോ ഉണ്ടാകണം? ഈ കർത്താവ് ഈ 33 വർഷം ഈ ഭൂമി നടന്ന് എല്ലാ 3.5 വർഷം യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ചെയ്ത എല്ലാ ശുശ്രൂഷയും ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിരുന്നു, ആരെ അകറ്റാനല്ലായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു രോഗി സൗഖ്യമാകുമ്പം അദ്ദേഹത്തെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഞങ്ങൾ ടെസ്റ്റിമണി പറയുന്നത് പ്രസംഗകൻ വലിയ ആളാന്ന് പറയാനല്ല. നീ അടുത്തോ ദൈവത്തോട്, ഇവന് വേണ്ടി അത്ഭുതം ചെയ്തവൻ നിനക്ക് വേണ്ടി ചെയ്യും. ഞാൻ ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തിന് ചെന്നപ്പോഴേ അവിടെ ഒരു യോഗം നടക്കുക. ഞങ്ങൾ ആദ്യം അവിടെ ചെന്ന് യോഗം നടത്തിയപ്പോൾ ഒരു ചെറുക്കൻ, ഒരു കൊച്ചു ചെറുക്കൻ, പാവമാണ് കേട്ടോ, എന്നോട് വന്ന് ചോദിച്ചു, ആരോടാ യോഗം നടത്തുന്നത്? ഞാൻ പറഞ്ഞു, ഞാനാ. ഉള്ളവരെ എനിക്ക് മേളിൽ ആകാശം, താഴെ ഭൂമിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാനെന്തോ വേണം? എനിക്ക് മേളിൽ ആകാശം. ഞാൻ വിളിച്ചു ചോദിച്ചാ, എടാ മോനെ, മര്യാദക്കൊക്കെ ജീവിക്ക്. ദൈവത്തിന് നേരെ ഓതയ്ക്കുന്നത് വിഹിതമല്ല. നിന്റെ ഇളുക്ക് തെറ്റിപ്പോവും, വീട്ടിൽ പോടാന്ന് പറഞ്ഞു. അത് പറയാനുള്ള അധികാരമുണ്ട്. അന്ന് എനിക്കൊരു അംബാസഡർ കാറുണ്ട്. 3-ാം ദിവസം അർദ്ധരാത്രി 12 മണിക്ക് എൻ്റെ വാതിൽ ആരാണ്ട് ഇടിക്കുന്നു. ഗ്ലോറി. ഞാൻ കണ്ടപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രമാണിയാണ്, സാറേ വണ്ടി ഒന്ന് എടുക്കണം. ഞാൻ എന്താ പറ്റി? ഒരാളെ വെട്ടി 4 തുണ്ടമാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വേറെ വണ്ടിയില്ല, പ്ലീസ്. ആ മനുഷ്യനെ സഹായിക്കാൻ പോയി. ഞാൻ വണ്ടി എടുത്തു. ഞാൻ ചെന്നപ്പോൾ ഈ കൊച്ചനെയാ ആരാണ്ട് പാർട്ടിക്കാരൻ 4 വെട്ടിയിട്ടേക്കുവാ. ഞാനെടുത്തവനെ ആശുപത്രി കൊണ്ടുപോയി. ഹല്ലേലൂയ. അവൻ കുറച്ച് സുഖം പ്രാപിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഇതാ യേശു. നീ എന്നോട് ദേഷ്യപ്പെട്ടപ്പോഴും നിന്നെ തിരിച്ച് ദേഷ്യപ്പെടുകയല്ല. നിനക്കൊരാപത്ത് വന്നാൽ നിന്നെ ഞാൻ സഹായിക്കും. നാളെ നീ എന്നെ ചീത്ത വിളിച്ചാലും ആപത്ത് വന്നാൽ നിന്നെ ഞാൻ സഹായിച്ചിരിക്കും. കാരണം ഞാൻ യേശുവിനെ കണ്ടെത്തിയവനാ. സത്യം. ഞാൻ ദൂതിലേക്ക് വരിക. ഇന്ന് ഗൗരവമേറിയ കാര്യം പറയാൻ പോവാ. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നറിയാം? നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കാനാ. വിലാപയാത്രയൊക്കെ ദൈവം ഘോഷയാത്രയാക്കിയതൊക്കെ ജനം യേശുവിലേക്ക് അടുക്കാനാ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. സക്കായി എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗം കേൾക്കാത്ത വ്യക്തികളില്ല. അദ്ദേഹം യേശുവിനെ കാണാൻ കാട്ടത്തിൻ്റെ മുകളിൽ കയറി. ഗ്ലോറി. യേശുവോട് എന്ന് പറഞ്ഞു, സക്കായിയെ വേറെ ഇറങ്ങി വാങ്ങി, ഞാൻ ഇന്ന് നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? ബന്ധപ്പെട്ട അടുത്ത പറയാമോ? ബന്ധപ്പെട്ട് ഇറങ്ങി യേശുവിൻ്റെ അടുക്ക വന്നു. യേശുവിനും കൂടെ നടക്കുക. മനസ്സിലായിട്ട് അങ്ങനൊന്നും അല്ല അച്ഛാ. എടുക്ക ലൂക്കോസ് 19. സക്കായി ആവുന്നു, യേശു വന്നു. സക്കായി പോയി, നീലൂടെ പോയണ്ട. 19 വേഗം ഇറങ്ങി 5-ാം വാക്യം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നെന്ന് അവനോട് പറഞ്ഞു. സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ക്രൂസൈഡിന് പോയ യേശു ഇവനെ കണ്ടപ്പോൾ ഹൗസ് മീറ്റിംഗ് ആക്കി. കർത്താവ് അങ്ങനെ ശ്രദ്ധിക്കണം. വേഗം ഇറങ്ങി വന്ന് പറഞ്ഞു. അടുത്തത്, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയെന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശുവിന് നേരെ കമന്റ് ഉണ്ട്, നമുക്ക് നേരെ ഉണ്ട്. അത് ഭൂമിയുള്ള കാലത്തോളം കമന്റ് അടിക്കുന്നവരടിക്കും. അടുത്തത്, സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ. ഒരാൾ ഈ സുവിശേഷ യോഗത്തിന്റെ പോസ്റ്റർ കണ്ടു, യേശു അത്ഭുതം ചെയ്തു എന്ന പോസ്റ്റർ കണ്ടു, അല്ലെങ്കിൽ വചനോത്സവം എന്ന പോസ്റ്റർ കണ്ടു. ഉടനെ പുള്ളി വിമർശിക്കുക, പണ്ടത്തെ സുവിശേഷ യോഗത്തിൻ്റെ നോട്ടീസൊക്കെ കണ്ടാൽ അതിൻ്റെ ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു. ഈ നോട്ടീസിന് എന്തുവാ വിശുദ്ധി? മിണ്ടുന്നില്ല. ഇപ്പം കണ്ട രാഷ്ട്രീയക്കാരുടെ പോലെ അതിന് അവൻ്റെ ഫോട്ടോ അടിച്ചു വരാത്തോണ്ടാ. മിണ്ടുന്നില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ കാര്യം പറയാം. ഗ്ലോറി, ഗ്ലോറി. എനിക്ക് പലതും മനസ്സിലാകുന്നുണ്ട്. ഈ നോട്ടീസിൻ്റെ വിശുദ്ധി എന്താ മനസ്സിലാകാത്തില്ല. സക്കായി യേശുവിൻ്റെ അടുക്ക് വന്നപ്പോൾ ഉള്ള കാര്യം വായിച്ചേ. ഇനി സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ഈ കർത്താവിന്റെ അടുക്ക വന്ന പിന്നെ കർത്താവ് ഒന്നും പറയണ്ട, വരുന്നവനെല്ലാം പറഞ്ഞോളൂ.
ഇവൻ്റെ അകത്തങ്ങ് സക്കായിയുടെ അകത്തങ്ങ് കുറ്റബോധമാണ്. കുറ്റബോധം കേട്ടിട്ട് പറയാം കഴിക്കും, കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ട്. കർത്താവേ, ഞാൻ ഇന്ന് അങ്ങോട്ട് ചെന്ന ഉടനെ ആ തിരുവല്ലായിൽ നിന്ന് രാമഞ്ചിറയിലോട്ട് പോകുന്ന വഴിക്ക് കിടക്കുന്ന 3 ഏക്കർ 68 സെന്റ് സ്ഥലം അങ്ങോട്ട് വിറ്റേച്ച് അത് പാവങ്ങൾക്ക് കൊടുക്കാൻ പോവാ. കർത്താവ് വല്ലതും ചോദിച്ചോ? ആയുസിൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത സക്കായി നിന്നോണ്ട് കർത്താവിനോട് വിലപിക്കുക. അതെന്താണെന്നറിയാമോ? ഞാൻ അതിനെ അർത്ഥത്തിലിട, കർത്താവിൻ്റെ അടുക്കൽ വന്ന ഏത് പൊട്ടാത്തവൻ്റെ ഹൃദയവും പൊട്ടും. കുഞ്ഞെ, കഞ്ചാവടിച്ച് നടന്നവനും ബ്രൗൺ ഷുഗർ അടിച്ച് നടന്നവനും വ്യഭിചാരം ചെയ്ത് നടന്നവനും മോഷ്ടിച്ചവനും കള്ളസത്യം ചെയ്ത് നടന്നവനും കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയും അവൻ. ഒരാമീൻ പറഞ്ഞാട്ട്. നിനക്ക് പറയാൻ എളുപ്പമാവും പ്രാർത്ഥനയ്ക്ക് പോയെന്ന്. കുഞ്ഞെ, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അവൻ പ്രാർത്ഥനാ സ്ഥലം വിടാത്ത എന്നാണെന്നറിയാമോ? അവന്റെ ഉള്ളത്തിൽ ആമയെ അനുഭവിച്ച വ്യത്യാസമാ. കർത്താവിൻ്റെ അടുക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവിൽ പാതി വിറ്റ് കർത്താവിനും ചോദിച്ചോടാ, കർത്താവിന് നിന്റെ പൈസ വേണോ? ബൈബിൾ ചോദിക്കുക, എനിക്ക് വിശന്നാ ഞാൻ നിന്നോട് ചോദിക്കുമോ? എനിക്ക് ദാഹിച്ചാൽ ഞാൻ നിന്നോട് പറയുമോ? കാട്ടിലെ അസംഖ്യ മൃഗങ്ങൾ എന്റേതാ. ഒരാമീൻ പറഞ്ഞാട്ട്. പക്ഷെ ഒരുത്തൻ്റെ അകത്ത് കുറ്റബോധം. കുഞ്ഞെ, എന്താ മാനസാന്തരം? ചെയ്തതിനെ ഓർത്ത് അകത്തുണ്ടാകുന്ന കുറ്റബോധം, മനസ്താപം, മാനസാന്തരം, അതിലേക്ക് നിന്നെ നയിക്കാൻ ഇടയാകട്ടെ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഒരു മീറ്റിംഗ് നടക്കുമ്പം ജീസസ്, ആ മീറ്റിങ്ങിനകത്ത് ധാരാളം ആൾക്കാർ മീറ്റിങ്ങിനകത്തുണ്ട്. ഭയങ്കര ദൈവ സാന്നിധ്യം മീറ്റിങ്ങിനകത്ത് ഇറങ്ങി നിൽക്കുക. രോഗികളൊക്കെ സൗഖ്യമായവർ എഴുന്നേറ്റ് നിൽക്കുക. ഓരോരുത്തരല്ല, ഇങ്ങനെ അവരെ വിളിച്ച് സാക്ഷി പറയിക്കാൻ സമയം ഇല്ലാത്തൊരു അന്തരീക്ഷം ഒരു മീറ്റിങ്ങിനുണ്ടായി. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഭിത്തിയോട്ട് മുഖം തിരിച്ച് കൈ ചുരുട്ടി ഭിത്തിക്കിടിച്ചോണ്ട് അലറി കരയുക. ഞാനിതിനിടയ്ക്കൂടെ ഓടിച്ചെന്ന് ഈ കർത്താവിന്റെ സ്തോത്രം അവനെ ചെവി ചോദിച്ചു, എന്നാടാ മോനെ? അവൻ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അങ്കിളെ, ചെയ്യരുതാത്തത് ഞാൻ ചെയ്തു പോയി. എന്താ കാര്യം? കർത്താവിനോട് അടുത്തപ്പോ കുറ്റബോധം. ഇന്ന് ഞാൻ നിന്നോട് ദൂത് പറയാം, ആരാധനയ്ക്ക് വരാൻ എളുപ്പമാ, ദൈവത്തോട് അടുക്കാൻ ഇച്ചിരി പ്രയാസമാ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. നിന്റെ വീടിനകത്ത് ദൈവം വസിക്കുന്ന ഭവനമാകണമെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വസിക്കണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ, ദൈവത്തോട് അടുക്കാൻ തീരുമാനിക്കുക. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. കർത്താവിന് സ്തോത്രം. ശ്രദ്ധിക്കുക, ഞാൻ പണ്ടെന്നോ പ്രസംഗിച്ചപ്പോൾ, മോൻസി ഒന്നുകൂടെ വന്നേ, പണ്ടെന്നോ പ്രസംഗിച്ചപ്പം ഒരു മിനിറ്റ് അവിടെ നിൽക്കണം. മോൻസി കർത്താവിന് സ്തോത്രം സക്കായിയ, അല്ലെങ്കിൽ ഞാൻ യേശുവ, അല്ലെങ്കിൽ അദ്ദേഹം യേശുവ, ഞാൻ സക്കായിയ. നോക്കി, ഞങ്ങൾ തമ്മിൽ അടുക്കുക, മുമ്പോട്ട് വന്നാട്ടെ. ഇത്രയും അടുത്ത് കഴിഞ്ഞാൽ തീർന്നു, പിന്നെ അടുക്കാൻ പറ്റുമോ? ഒന്നീ മോൻസിയെ തള്ളണം, അല്ലെ മോൻസി എന്നെ തള്ളണം. ഇങ്ങോട്ട് നിൽക്കുക. പക്ഷെ കർത്താവിന്റെ പ്രത്യേകത, ഒരു ജന്മം നമ്മൾ അടുത്ത തീരത്തില്ല. അടുക്കും തോറും അടുക്കുന്നവന്റെ അകം ആനന്ദം കൊണ്ട് നിറഞ്ഞ് അവൻ തുള്ളിച്ചാടിയിട്ട് പറയും, എന്നിൽ യേശു ജീവിക്കുന്നു. ജീസസ്. ഒരു ചോദ്യം, നീ ഏത് പെന്തിക്കോസാന്നല്ല ചോദ്യം, നീ ദൈവത്തോട് അടുത്തോന്നാ ചോദ്യം. ഒരാമയും പറഞ്ഞാട്ട്. നീ ഏത് പ്രാർത്ഥനയാന്നല്ല ചോദ്യം, കർത്താവിനോട് അടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? കാര്യം പറയാം, ഞാൻ നിനക്ക് അനുകൂലമായി നിൽക്കാം. ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം. കർത്താവ്, കുഞ്ഞെ, ദൈവം നിന്നെ, കർത്താവിന്റെ സ്തോത്രം, അനുകൂലമായിട്ട് ഇറങ്ങി നിന്നാൽ നീ എവിടെ ചെന്നാലും രക്ഷപ്പെടും. ഒന്നാം സങ്കീർത്തനം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം, പാപികളുടെ വഴിയിൽ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വൃക്ഷം പോലെ ഇരിക്കും. അടുത്ത കേട്ടെ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. വിശ്വാസമുണ്ടോ നിനക്ക്? കുഞ്ഞെ, നീ കർത്താവിനോട് അടുത്താൽ നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. എനിക്കറിയത്തില്ല, എനിക്ക് അവിടെ നിൽക്കാനൊരു നിയോഗം വരുന്നു. ഏത് മുടിഞ്ഞു കിടക്കുന്നതിനകത്തും നീ ചിലത് ചെയ്താൽ സാധിക്കും. വിശ്വാസമുണ്ടോ നിനക്ക്? യെസ്. എന്നോട് ദൈവാത്മാവ് പറയുക, കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി പലരും ചെയ്തിട്ട് സാധിക്കാത്ത ചിലവ് നീ ചെയ്താൽ, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിങ്ങൾക്കറിയോ, ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായം അനുഗ്രഹം എന്ന് പറഞ്ഞ് പലരും വായിക്കാറില്ല.
അതിനകത്തൊരു നല്ല വാക്യമുണ്ട് കേട്ടോ. വാക്യമേ കർത്താവിന് സ്തോത്രം. അത് കർത്താവിനോട് അടുത്തവരെ ആ വാക്യം വായിക്കാവൂ. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് കേട്ടോണേ. 28-ാം അധ്യായം 8-ാം വാക്യം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 8-ാം വാക്യം. വളരെ നല്ല വാക്യമാണ് കേട്ടോ. ആവർത്തന പുസ്തകം 28:8. ആമേൻ. അതിനകത്ത് വലിയൊരു ദൂതുണ്ട്. നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ടാ മതി, അനുഗ്രഹം കൽപ്പിക്കുന്ന കർത്താവ്. ഇതാര് പറയണം? ദൈവം അനുകൂലമായിരിക്കുന്നവൻ പറയണം. നീ തൊടുന്നതൊക്കെ യഹോവ സാധിപ്പിച്ചു തരും. വിശ്വസിക്കുന്നവർ ചേർന്ന് രാമേൻ പറഞ്ഞാട്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ വില കൊടുത്ത് അടിമയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയ യോസഫേ വീട്ടിലെ വീട്ടുകാരനായത് എങ്ങനെ ഈ കൃപാവരം ഓപ്പറേറ്റ് ചെയ്തോ? നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം എടുത്തേ 39:2. ജെനസിസ് ചാപ്റ്റർ 39 verse 2. യഹോവ യോസഫിനോട് കൂടെ ഒന്നുമല്ലേ അങ്ങ് വായിച്ചു. എന്നാൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മായേലിയരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫേർ എന്ന ഒരു മിസ്രൈമിനെ അവനെ വിലയ്ക്ക് വാങ്ങിക്കും. ദർശനമുള്ളവനെ വാങ്ങിക്കണം. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. ഇങ്ങോട്ട് നോക്ക് പറയാം. അവന്റെ യജമാനൻ കണ്ടു യഹോവ ആരുടെ കൂടെ ഉണ്ടെന്ന്. യഹോവ നിന്റെ കൂടെ ഉണ്ടെന്ന്. യഹോവ നിന്റെ കൂടെ ഉണ്ടെന്ന്. വീണ്ടും ആത്മാവ് പറയുന്നു യഹോവ നിന്റെ കൂടെ ഉണ്ടെന്ന്. ഇന്ന് ചിലരുടെ മുമ്പിൽ ദൈവം കാണിച്ചു തരാൻ പോകുകയാ. നിനക്ക് താല്പര്യമുണ്ടോ? ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോവാതെയോ? ഇന്നലകളിൽ നിന്നെ പുച്ഛിച്ചിറക്കി വിട്ടവരുടെ മുമ്പിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് എന്റെ കർത്താവ് കാണിച്ചു തരും. മരിയ തളർന്നു കിടന്നിട്ടുണ്ടോ? 6 മാസം കിടന്ന. ഫുള്ള് കട്ടിലേ കിടന്നായിരുന്നു. ഇപ്പൊ എത്ര നാളായി എഴുന്നേറ്റിട്ട്? ഇപ്പൊ എഴുന്നേറ്റിട്ട് ഞാൻ അനിൽ ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. പിന്നെ തങ്കച്ചൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് ഇവിടെ വന്നപ്പോ ഭയങ്കര വേദനയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം വേദനയെല്ലാം മാറി ഫ്രീ ആയി. എന്താണെന്നറിയാം, ഇന്ന് വരുന്ന ആ പിശാചിനെ ദൈവം എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി. 6 മാസം ഇവളെ കട്ടിലേൽ ഒരു വെള്ളം എടുക്കാൻ കഴിയാത്തവരായി തളർത്തി കിടത്തിയെങ്കിൽ ഇന്ന് ഇവിടെ ദൈവം കൊണ്ടുവന്നു. ഇപ്പോൾ അവിടെ മേൽ വ്യാപരിച്ച പൈശാചിക ശക്തിയെ ദൈവം അഴിച്ചു കളഞ്ഞു. ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ? മുഴങ്കാലിലൊന്ന് നിൽക്കുക, 2 കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക. അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം. ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ, കടഭാരങ്ങൾ, കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ്. ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവ്. അങ്ങേ അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ്. ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം KPS മെനാണ് പോകുന്നത്. എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്റർ തിരുവല്ല. എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴയിൽ. നിങ്ങൾ വരിക, നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും വചനം എത്തിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ? 24 മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.